സേഫ് പൊസിഷനിൽ ആളിപ്പോഴും എത്തിയിട്ടില്ല. അതെത്തും ഡോക്ടർ. മനസ്സിൽ നന്മയുള്ളവരുടെ ജീവന് ഈശ്വരൻ ആയുസ് നീട്ടിക്കൊടുക്കും. ഈശ്വരന്റെ മുന്നില് ഇവരെല്ലാം ഇവർക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരല്ലല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരല്ലേ. അല്ലെങ്കിൽ തന്നെ ഇവരെ പോലെയുള്ളവരെയൊക്കെ ഈ സമൂഹത്തിന് വേണം ഡോക്ടർ. ഇല്ലെങ്കിൽ ഇതിലും ദുരിതമാവും നമ്മുടെ നാട്. അതുകൊണ്ട് പണം നോക്കണ്ട, കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ചികിത്സ തന്നെ ഇദ്ദേഹത്തിന് കൊടുക്കണം. ശരി മാഡം, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. പിന്നെ മരുന്നിന്റെ സെഡേഷൻ ഉണ്ടാവും, ഉറങ്ങിക്കോട്ടെ. ഞാനൊരു നഴ്സിനെ ഫുൾ ടൈം ഇവിടെ ഡ്യൂട്ടിക്ക് ഇടാം. ശരി ശരി മാഡം. വടിവാളിന്റെ തുമ്പത്ത് നിന്ന് എനിക്ക് അയാളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്. ഇദ്ദേഹത്തെ രക്ഷിക്കുന്നതിനിടയിൽ അമ്മ ഓടി പോവുകയും ചെയ്തു. അതിപ്പോ അമ്മമാരെ വിട്ടത് ആരായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. സംശയം എന്താ? മഹേന്ദ്രൻ തന്നെ. ഇനിയും ഇയാളെ ജീവനോടെ വെച്ചോണ്ടിരുന്ന പരുത്തിക്കുന്ന് പോയതുപോലെ മൂന്നാം മൂട് കോറിയും കൈവിട്ടു പോകുന്ന അവര് കരുതി കാണും. അതിനു വെച്ചൊരു പണി. കാര്യങ്ങള് ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അയാളെ ഞാനങ്ങ് പൊക്കട്ടെ മാഡം. ഇപ്പൊ വേണ്ട, കുമാരേട്ടൻ മൊഴി തരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യും. വ്യക്തമായ തെളിവുകളില്ലാതെ മഹേന്ദ്രനെ പോലുള്ളവരെ പൂട്ടാൻ പറ്റില്ല. പൂട്ടുന്നതിന്റെ അന്ന് തന്നെ ആ പൂട്ടും തുറന്ന് അവര് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും. ഇതിനിവർക്ക് ഇവിടെ ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ തന്നെയല്ലേ മാഡം? ഇവിടത്തെ ഗുണ്ടകളെ വളർത്തുന്നത് ആരാ? ഇവിടത്തെ പൊതുമുതൽ കട്ടുമുടിക്കുന്നത് ആരാ? പറഞ്ഞു വരുമ്പോ കൊടിയുടെ കളർ നോക്കി ജോലി ചെയ്യുന്ന സിസ്റ്റം നമ്മൾ എന്ന് അവസാനിപ്പിക്കുന്നോ അന്നേ ഈ നാട് നന്നാവൂ. കുറച്ചല്ല ഇട്ട് ഓടിച്ചത് അല്ലേ? അതിന്റെയൊക്കെ സങ്കടം ഇങ്ങനെ പറഞ്ഞെങ്കിലും തീർക്കട്ടെ മാഡം. ആ റസാക്കെ, എനിക്ക് വേണ്ടി 1-2 കാര്യങ്ങളും കൂടി റസാക്ക് ചെയ്തു തരേണ്ടതായിട്ടുണ്ട്. ഒന്ന്, മധുര വരെ പോകേണ്ടി വരും. പിന്നെ ആ രേഷ്മയുടെ കാര്യത്തില് നല്ലൊരു ശ്രദ്ധയുണ്ടാവണം. ഞാൻ ചോദിച്ചിട്ട് അവളൊന്നും പറയുന്നില്ല, പക്ഷെ എന്തൊക്കെയോ ദുരൂഹതകള് അവളെ ചുറ്റിപ്പറ്റിയുണ്ട്. അത് ചെന്ന് അവസാനിക്കുന്നത് വിഷ്ണുവേട്ടനിലായിരിക്കും. അതെന്താണെന്നറിയണം. റസാക്ക് രേഷ്മയെ കണ്ട് ഒന്ന് സംസാരിക്കണം. തീർച്ചയായിട്ടും മാഡം. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ശരി മാഡം. അല്ല മച്ചമ്പി, കല്യാണത്തിനോട് ഞാൻ പറഞ്ഞോളാം, നീ ചെല്ല്. മച്ചമ്പിക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെ വീട്ടിൽ കുത്തിരിക്കുന്ന ആളല്ലല്ലോ. ചേട്ടാ, ഫുൾ ടൈം ഇങ്ങനെ ആണോ? അല്ല മച്ചമ്പി, ഫുൾ ടൈം ഇങ്ങനെ ആണോന്ന്. എന്താ മനസ്സിലായില്ല? ഒന്നുമില്ല. ഇനി മൊത്തത്തിലെങ്ങനും വട്ടായി കാണുമോ? അങ്ങനെ ആവാൻ വഴിയില്ല. നീ എന്താ കുട്ടി തന്നെത്താനെ പിറുപിറുക്കുന്ന? മച്ചമ്പി കൈവിട്ട് പോയി. ഇപ്പൊ പിടിച്ച് നേരെയാക്കിയ കൈയോടെ കിട്ടും. ചെല്ല് ചെല്ല്. മനുഷ്യന്റെ ഓരോ അവസ്ഥകളെ പാവം തന്നെ. അയ്യോ, അതെ, ശ്രദ്ധിച്ചേക്കണം കേട്ടോ. എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? രേഷ്മയെ ബുദ്ധിമുട്ടിക്കുന്നത് രേഷ്മ തന്നെയാണ്. അറിയാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായി പറഞ്ഞ രേഷ്മയ്ക്കും ഞങ്ങൾക്കും ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും. ഞാനിനി എങ്ങനെയാ നിങ്ങളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കളക്ടർ മേഡത്തിനോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ എനിക്ക് സാറിനോടും പറയാനുള്ളത്. എനിക്കറിയില്ല. വിഷ്ണുവായിട്ടുണ്ടായിരുന്ന സൗഹൃദം അതെന്നെ ശല്യം ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ട് എടുക്കരുത്. രേഷ്മ,
കള്ളങ്ങൾക്ക് ആയുസില്ല എന്നുള്ളത് മലയാളത്തിലെ വളരെ അർത്ഥവത്തായ ഒരു പഴഞ്ചൊല്ല. എത്ര വിദഗ്ധമായി മൂടിവെച്ചാലും സത്യം എപ്പോഴാണെങ്കിലും വെളിച്ചത്ത് വരും. അത് പ്രകൃതിയുടെ തന്നെ ഒരു നിയമമാണ്. ഞാനിത് പറഞ്ഞതിന്റെ അർത്ഥം രേഷ്മയ്ക്ക് ഇപ്പോ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? പിന്നെ പറയുന്നത് കള്ളമാണെന്ന് ചില ആൾക്കാരുടെ മുഖത്ത് നോക്കി അറിയാൻ പറ്റും. അത് ഞങ്ങൾ പോലീസുകാരുടെ ഒരു ട്രേഡ് സീക്രട്ടാണ്. ഇവിടെ ഇപ്പോ രേഷ്മ പറയുന്നതൊന്നും രേഷ്മയുടെ മുഖം സമ്മതിച്ചു തരുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? പറയുന്നത് കള്ളമാണെന്നല്ലോ. കള്ളം പറയുന്ന വ്യക്തിക്ക് അത് പിടിക്കപ്പെടുമോ എന്ന ഭയവും കുറ്റബോധവും എപ്പോഴും വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഇത് സമാധാനം കെടുത്തും. അതിന്റെ ഒരു വിങ്ങല് മുഖത്ത് പ്രതിഫലിക്കുകയും ചെയ്യും. രേഷ്മ ഞങ്ങളോട് പറഞ്ഞതെല്ലാം കള്ളമാണ്. യഥാർത്ഥ സത്യം പറയുന്നതുവരെ രേഷ്മയെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കേണ്ടി വരും. അതൊരുപക്ഷെ ഒരു സൗഹൃദപരമായ അന്തരീക്ഷത്തിലായിരിക്കില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, വിഷ്ണു എന്റെ സുഹൃത്താണ്. വിഷ്ണുവിനെ കാണാതായതിൽ നിങ്ങൾ എന്നെ മാത്രമേ സംശയിക്കുന്നുള്ളൂ? ശരി, എങ്കിൽ എന്നെ അങ്ങ് അറസ്റ്റ് ചെയ്യും. പക്ഷേ വ്യക്തമായിട്ടുള്ള തെളിവ് വേണം. വിഷ്ണുവിനെ ഞാനാണ് ഒളിപ്പിച്ച് വച്ചിരിക്കുന്നതെന്നുള്ള വ്യക്തമായിട്ടുള്ള സോളിഡ് എവിഡൻസ്. അങ്ങനെയൊന്ന് നിങ്ങളുടെ കയ്യിലുണ്ടോ?